നമസ്കാരം. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ആ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് വലിച്ചു കെട്ടിയ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പ്രവഹിക്കുന്നു. അതിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ ഏത് ദിശയിലാണ് ഡിഫ്ലക്ട് ചെയ്യുക എന്നാണ്. ഇത് നമ്മളുടെ ഒന്നാമത്തെ ക്ലാസ്സിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കാണുന്നതിന്റെ ഭാഗമായി വളരെ ലഘുവായി ഇതൊന്ന് വിശദീകരിക്കാം. അപ്പൊ നമുക്കിത് എങ്ങനെയെങ്കിലും ഒരു ഉത്തരം കണ്ടെത്തലല്ലോ. ഈ ചോദ്യമോ അല്ലെങ്കിലുള്ള ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ അതിന്റെ ഉത്തരം തെറ്റാതെ പരീക്ഷയ്ക്ക് എഴുതി വെക്കാൻ നമ്മളെ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം. ആ ചോദ്യത്തിൽ പറഞ്ഞതുപോലെയുള്ള ഒരു സംവിധാനം നമുക്ക് ക്രമീകരിക്കാം. എല്ലാവരും വടക്കോട്ട് തിരിഞ്ഞു നിൽക്കുക. അപ്പൊ ഞാനിപ്പോ നോർത്തിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. അപ്പോ ഇത് നോർത്താണ്, എന്റെ പിൻഭാഗം സൗത്താണ്. നിങ്ങൾ എല്ലാവരും അങ്ങനെ നിന്നല്ലോ. അങ്ങനെ നിൽക്കുമ്പോൾ വലതുഭാഗം ഈസ്റ്റാണ്, ഇടതുഭാഗം വെസ്റ്റുമാണ്. ഇനി ചോദ്യം, ഒരു കണ്ടക്ടർ അത് സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ്, ഇതിലൂടെ കറണ്ട് കടത്തി വിടുന്നു എന്നാണ് പറഞ്ഞത്. അതിന്റെ മുകളിലാണ് മാഗ്നറ്റ് നീഡിൽ ഇരിക്കുന്നത് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മാഗ്നറ്റ് നീഡിൽ കാണാം. അപ്പോ കറണ്ട് ഇല്ലാത്തപ്പോൾ ഞാനൊരു നീഡിൽ വെച്ചാൽ ഇത് എങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ നോർത്ത് പോള് വടക്കോട്ട് ചൂണ്ടി നിൽക്കും. എന്താ കാരണം? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അത് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ആയതുകൊണ്ട് ഈ നോർത്ത് പോൾ അങ്ങോട്ട് ചൂണ്ടി നിൽക്കും. നമുക്കറിയാം, ഫ്രീലി പിവറ്റഡ് മാഗ്നറ്റിക് നീഡിൽ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ദിശയിലാണ് അലൈൻ ചെയ്യുക. നിലവിൽ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിലൂടെ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് കറണ്ട് കടത്തി വിടുമ്പോൾ ഈ നീഡിൽ എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യുമെന്നതാണ് പ്രശ്നം. അപ്പൊ നമുക്കറിയാം, നിലവിൽ മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിലേക്ക് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുക. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ ഫീൽഡിന്റെ ഡിറക്ഷൻ എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കും ഇത് ഡിഫ്ലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നീഡിൽ മാറ്റാം. നമുക്ക് ഫീൽഡിന്റെ ഡിറക്ഷൻ കാണാം. എന്തുപയോഗിക്കണം? നിങ്ങളെല്ലാം വടക്കോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത്. എന്റെ കയ്യിൽ റോഡ് ഉണ്ടല്ലോ, ആ റോഡ് ഇങ്ങനെ നീട്ടിപ്പിടിച്ചു. നിങ്ങൾ പിടിക്കുക, പേനയോ എന്തെങ്കിലും കയ്യിൽ പിടിക്കുക. ഇനി പറഞ്ഞിരിക്കുന്നത് കറണ്ട് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് എന്നാണ്. അപ്പോ വലത് കൈ കൊണ്ട് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ് ഉപയോഗിക്കേണ്ടത്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് പിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തത്? എങ്ങനെ പിടിക്കുന്നു? അപ്പൊ പിടിക്കേണ്ടത് എങ്ങനെയാണ്? തമ്പ് അങ്ങോട്ട് വരണമല്ലോ, കറണ്ടിന്റെ ദിശയിലേക്ക് തമ്പ് വരണം. ഞാൻ ഇങ്ങനെ പിടിക്കതാ, അടിയിലൂടെ കോർത്ത് മുകളിലേക്ക് ഇട്ട് ഇങ്ങനെ നിൽക്കുക. ഓക്കെ, അപ്പൊ കണ്ടാൽ അറിയാം ഈ ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്. ദാറ്റ് ഈസ്, ഞാൻ നിൽക്കുന്ന പ്രദേശം വെച്ച് പറയുമ്പോൾ വെസ്റ്റിലേക്കാണ്, മുകളിലേക്കാണ്, ഈസ്റ്റിലേക്കാണ്. അപ്പൊ മുകൾ ഭാഗത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോ ഇവിടെയാണ് നീഡിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇരുന്നിരുന്നത്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ പുതിയ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത് ഈസ്റ്റിലേക്കായതുകൊണ്ട് ഈ നീഡിൽ എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഉത്തരം കിട്ടിയല്ലോ. ഇങ്ങനെ ഒരു ക്രമീകരണം വെച്ചാൽ, സ്വിച്ച് ഓൺ ചെയ്താൽ നോർത്ത് പോൾ ഡിഫ്ലക്ട് ചെയ്യുന്നത് ഈസ്റ്റ് ഡിറക്ഷനിലായിരിക്കും. ഇനി ഒരു കാര്യം കൂടി നോക്കിയേക്കാം. താഴ്ഭാഗത്ത് വെച്ചാലോ? താഴ്ഭാഗത്താണ് നീഡിൽ വെച്ചിരുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും കറണ്ട് ഒഴുകാത്തപ്പോൾ നിൽക്കുക. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു അടിഭാഗത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാ? അതാ നോക്കൂ, അടിഭാഗത്തെ മാഗ്നറ്റിക് ഫീൽഡ് വെസ്റ്റിലേക്കായതുകൊണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് സ്വിച്ച് ഓൺ ചെയ്താൽ അത് വെസ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഏത് ചോദ്യം വരുമ്പോഴും നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഒരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡിലെ പൊളാരിറ്റി എങ്ങനെയാണ് കണ്ടെത്തുക എന്നതാണ് ചോദ്യം. ഇത് കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പലപ്പോഴും ചെയ്ത് പൊളാരിറ്റി പറയുമ്പോൾ തെറ്റിപ്പോകുന്നു എന്നതാണ് പ്രശ്നം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? തന്നിട്ടുള്ള സോളിനോയിഡിൻ്റെ ഏതെങ്കിലും ഒരഗ്രം നമുക്ക് അഭിമുഖമായി പിടിക്കുക. ആ അഗ്രത്തിലൂടെ നോക്കുമ്പോൾ കറണ്ട് ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് ഒഴുകുന്നതെങ്കിൽ, ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അത് സൗത്ത് പോളായിരിക്കും. അതല്ല, ആ എൻഡിലൂടെ കറണ്ട് ഒഴുകുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണെങ്കിൽ അത് നോർത്ത് പോളുമായിരിക്കും. ഞാൻ അന്ന് ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഒരു സോളിനോയിഡ് നേരിട്ട് തന്ന് അതിൻ്റെ പൊളാരിറ്റി പരിശോധിക്കാൻ പറഞ്ഞാൽ അത് തെറ്റുകൂടാതെ മിക്കവാറും പേർക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷേ ചിത്രം തന്നിട്ട് പറയുമ്പോഴാണ് പലപ്പോഴും തെറ്റിപ്പോവുക.
അപ്പോൾ അതിൽ ചിലപ്പോഴൊക്കെ കുട്ടികളുടെ അതല്ലാത്ത കാരണങ്ങളാണുള്ളത് എന്ന് പറഞ്ഞാൽ ചിത്രം വ്യക്തതയില്ലാത്തത് കൊണ്ട് അങ്ങനെ സംഭവിക്കാറുണ്ട്. നമുക്ക് ഏതായാലും 2 ചിത്രങ്ങൾ വെച്ച് നമുക്കതിൻ്റെ ഉത്തരം ഒന്ന് കണ്ടെത്താം ഒരു പരിശീലനത്തിൻ്റെ ഭാഗമായി. ഇപ്പോൾ നിങ്ങൾ ഒരു സോളിനോയിഡ് കാണുന്നുണ്ട്. അതിൻ്റെ ഓരോ അഗ്രവും A, B എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളിത് പരിശോധിക്കുമ്പോൾ, പരീക്ഷയ്ക്ക് ഇത്തരത്തിൽ ചോദ്യം വന്ന് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് സൗകര്യപ്രദമായ എൻഡ് നിരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചിത്രത്തിൽ A എന്ന അഗ്രത്തിലേക്ക് നിങ്ങൾ നോക്കുന്നതായി വിചാരിക്കൂ. ഈ ചിത്രത്തിന് വ്യക്തതയുള്ളതുകൊണ്ട് വളരെ കൃത്യമാണ്. A എന്ന എൻഡിലൂടെ നോക്കുന്ന ഒരാൾ അതിലേക്ക് കറണ്ട് പ്രവേശിച്ച് ക്ലോക്ക് വൈസ് ദിശയിൽ കറങ്ങി 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 ബിയിലേക്ക് പോകുന്നത് കാണാം. അതുകൊണ്ട് ഈ സോളിനോയിഡിൽ ഇപ്പോൾ A എന്ന അഗ്രം സൗത്ത് പോളും സ്വാഭാവികമായും B നോർത്ത് പോളുമാണ്. ഇനി നിരീക്ഷിക്കുന്നത് ബിയിൽ നിന്നാണെങ്കിലോ? ഒന്ന് നോക്കൂ നിങ്ങൾ. ബിയിൽ നിന്ന് നിരീക്ഷിക്കുമ്പോൾ ആ അഗ്രം നിങ്ങളുടെ നേരെ ഇരിക്കുന്നതായി സങ്കല്പിച്ചാൽ A എന്ന അഗ്രത്ത് നിന്നും ബിയിലേക്ക് കറണ്ട് വരുന്നതായിട്ടാണ് കാണുക. കാരണം B എന്ന അഗ്രം നെഗറ്റീവാണ്. കൃത്യമായി കാണാം അവിടെ നിന്ന് കറണ്ട് കറങ്ങി 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 ബിയിലെത്തി പുറത്ത് കടക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിലാണെന്ന് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ചിത്രം വളരെ വ്യക്തതയുള്ള ചിത്രമാണ്. ബിയിൽ നിന്ന് നോക്കിയാൽ അത് നോർത്ത് പോളാണെന്ന് കിട്ടുന്നുണ്ട്. അപ്പോഴും നമ്മൾ നേരത്തെ പ്രവചിച്ചതുപോലെ തന്നെയാണ് കിട്ടുക. ഏത് അഗ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് നിരീക്ഷണം നടത്താം, ഏതിലൂടെ നോക്കിയാലും ശരിയായ പൊളാരിറ്റി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ഈ ചിത്രത്തിൽ A സൗത്ത് പോളാണ്, B നോർത്ത് പോളാണ്. ഇനി നമുക്ക് ഒരു ചിത്രം കൂടി നോക്കാം. ഈ ചിത്രം നോക്കൂ. ഒരു സോളിനോയിഡ് തന്നിട്ടുണ്ട്. അതിൻ്റെ അഗ്രങ്ങൾക്ക് X, Y എന്നിങ്ങനെ പേര് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ നോക്കാൻ സൗകര്യം Y ആണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുവെങ്കിൽ അങ്ങനെ ആകാം. അപ്പോൾ Y എന്ന അഗ്രത്തിലൂടെ ഞാനൊന്ന് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ, വൈയിലൂടെ കറണ്ട് സോളിനോയിഡിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവിടെ പോസിറ്റീവാണ്. Y എന്ന അഗ്രം പോസിറ്റീവാണ്. അപ്പോൾ കറണ്ട് അവിടെ എത്തുന്നു. ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ കറങ്ങി കറങ്ങി കറങ്ങിയാണ് X എന്ന എൻഡിലേക്ക് പോകുന്നത്. അഥവാ വൈയിൽ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കറണ്ട് ക്ലോക്ക് വൈസിലാണ് സോളിനോയിഡിലൂടെ ഒഴുകുന്നത്. അതുകൊണ്ട് Y എന്ന അഗ്രം സൗത്ത് പോളായിരിക്കും. അതുകൊണ്ട് തന്നെ X എന്ന അഗ്രം നോർത്ത് പോളുമായിരിക്കും. ഇങ്ങനെ ഏതൊരു സോളിനോയിഡിൻ്റെയും പൊളാരിറ്റി നിങ്ങൾക്ക് കൃത്യമായി കണ്ടെത്താൻ കഴിയുന്നതാണ്. അതിൽ മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. സോളിനോയിഡ് സൃഷ്ടിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി, തീവ്രത, ശക്തി എങ്ങനെയാണ് വർദ്ധിപ്പിക്കാൻ പറ്റുക? അപ്പോൾ അത് നിങ്ങൾക്കിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഞാനിത് വിശദീകരിച്ച് സമയം കളയുന്നില്ല, നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇനി നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ആ ചോദ്യം തന്നിരിക്കുന്നത് ഒരു കണ്ടക്റ്റിംഗ് ലൂപ്പ് ഒരു മേശമേൽ വെച്ചിരിക്കുന്നതാണ് ചിത്രം. ഞാൻ നിങ്ങൾ എടുത്ത് കാണിക്കുകയാണ്. ഒരു കണ്ടക്റ്റിംഗ് ലൂപ്പ് അത് മേശപ്പുറത്തായിരിക്കുക. ഇത് പറഞ്ഞിട്ടുണ്ട് അതിലൂടെ കറണ്ട് ഒഴുകുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് 1ാമത്തെ ചോദ്യം, ഇതിൽ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് ഏത് ദിശയിലായിരിക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം കൺവെൻഷനലി പരമ്പരാഗതമായി കറണ്ടിന്റെ ദിശ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നതിന്റെ എതിർ ദിശയായിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ ചോദ്യത്തിൽ കറണ്ട് എയിൽ നിന്ന് ബിയിലേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ തീർച്ചയായും ബിയിൽ നിന്ന് എയിലേക്കായിരിക്കും. അപ്പോൾ 1ാമത്തെ ഉത്തരമായി. ഇനി അതിലെ 2ാമത്തെ ചോദ്യം, ഈ കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിനു ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശ കണ്ടെത്താൻ കഴിയുമോ എന്നാ. നമുക്കറിയാം എന്താണ് പറ്റും. എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉണ്ട്. അപ്പൊ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് പരിശോധിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയല്ല ഇരിക്കുക, പ്ലെയിനിൽ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ ഇരിക്കുന്നത് എയും ബി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോ നമുക്ക് ഫീൽഡ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇപ്പോ കണ്ടക്ടർ സ്ട്രെയിറ്റ് കണ്ടക്ടർ അല്ല. അപ്പോ നമുക്ക് ഈ ഭാഗത്ത് പിടിച്ചു നോക്കിയെന്ന് വിചാരിക്കുക. നോക്കിയാൽ കണ്ടക്ടറിന്റെ വലതുഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്കാണ്, ഇടതുഭാഗത്ത് എന്റെ ഇടതുഭാഗത്ത് ഫീൽഡ് വെളിയിലേക്കാണ്. അപ്പോ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. കറണ്ട് അങ്ങോട്ടാണ്, അതുകൊണ്ട് അങ്ങനെ പിടിച്ചേട്ടോ. ഈ സെഗ്മെന്റ് പിടിച്ചു നോക്കിയാലോ, നോക്കി കറണ്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? തമ്പ് അങ്ങോട്ട് വരുന്ന രീതിയിൽ പിടിച്ചു. മാഗ്നറ്റിക് ഫീൽഡ്
ഈ ലൂപ്പിനകത്തോടെ കയറി വെളിയിലേക്ക് വരുന്നു. നോക്കൂ, ഇനി ഇവിടെ നോക്കി പിടിച്ചു നോക്കാം. ഇതാ കറണ്ട് താഴേക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തമ്പ് വയ്ക്കുന്നത്, വലത് കൈ കൊണ്ട് പിടിക്കുന്നു. ഇതാ ഇവിടെയും. അപ്പൊ ചോദ്യത്രേ ഉള്ളൂ, കാണാൻ കഴിയുമോ? കഴിയും. എങ്ങനെ കാണാൻ കഴിയും? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് കാണാൻ കഴിയും. അങ്ങനെ കണ്ടപ്പോ എന്താ മനസ്സിലായത്? ഏത് ഭാഗത്ത് പരിശോധിക്കുമ്പോഴും ഈ ലൂപ്പിന്റെ അകത്തെ ഫീൽഡ് ഉൾഭാഗത്തെ ഫീൽഡ് അകത്തേക്കും ഔട്ട്സൈഡിലെ ഫീൽഡ് പ്ലെയിനിൽ നിന്ന് വെളിയിലേക്കുമാണ്. അപ്പൊ മേശയിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ മേശപ്പുറത്ത് വെക്കുമ്പോൾ ഏത് ഭാഗം പരിശോധിച്ചാലും ഈ കണ്ടക്ടർ ഉണ്ടാക്കുന്ന ഫീൽഡ് ഇതിന് ഉൾഭാഗത്തെ മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്കും വെളിയിലെല്ലാം മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ് ഡിറക്ഷനിലുമാണ്. അതായത് അപ്വേർഡ് ഫ്രം ദ പ്ലെയിൻ ഓഫ് ദ ടേബിൾ എന്നാണ് കിട്ടുക. ഇനി അതിൽ അവസാനമായി ചോദിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് വരുന്ന ഫീൽഡിന്റെ ഡിറക്ഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് കണ്ടെത്തുക എന്നാ. അതിപ്പോ നമ്മൾ പറഞ്ഞതാണ്. ഇനി നമുക്ക് വേറൊരു തരത്തിലും കാണാം. കറണ്ട് ഇവിടെ ഒഴുകുന്നത് ഇങ്ങനെയാ, അഥവാ ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ലൂപ്പിലൂടെ കറണ്ട് ക്ലോക്ക് വൈസ് ഡിറക്ഷനിലായാൽ ആ ഫേസ് സൗത്ത് പോൾ ആയിരിക്കുന്ന. അപ്പോ കറണ്ട് പോകുമ്പോൾ ഇതൊരു മാഗ്നറ്റ് പോലെ ബിഹേവ് ചെയ്യുന്നുണ്ട്. ഈ ഫേസ് സൗത്ത് പോൾ ആയിരിക്കും. അപ്പോ നമുക്കറിയാം ഒരു മാഗ്നറ്റിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് പോളിൽ ഫീൽഡ് ലൈൻസ് അകത്തേക്ക് പ്രവേശിക്കുക ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഈ ലൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൂടെ കറണ്ട് ഒഴുകുന്നത് ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ്. അതുകൊണ്ട് ഈ ഫേസ് നമുക്ക് അഭിമുഖമായ ഈ ഫേസ് സൗത്ത് പോളാണ്. സൗത്ത് പോൾ ആയതുകൊണ്ട് ഈ മുഖത്ത് നിന്ന് നോക്കുന്ന ഒരാള് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അകത്തേക്ക് പ്രവേശിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുക. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം പരിശോധിക്കാം. നാലാമത്തെ ചോദ്യത്തിൽ ഇങ്ങനെ ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത്. ഒരു കണ്ടക്ടർ കറണ്ട് ഒഴുകുന്നു എന്ന് പറഞ്ഞിട്ട് കറണ്ട് ഡയറക്ഷൻ കാണിച്ചിട്ടില്ല, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോ ഇതിലൂടെ ഈ രീതിയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നതെങ്കിൽ കറന്റിന്റെ ഡിറക്ഷൻ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഉപയോഗിച്ച് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇവിടെ നോക്കുക, റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്താ പറയുന്നത്? ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇവിടെ ലൂപ്പ് കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ദാ റോഡ് അത് പരിഗണിച്ചാൽ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ലൂപ്പ് കാണിച്ചിരിക്കുന്നത്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോക്ക് വൈസിലാണ് കാണുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസിലാണ് കാണുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഉപയോഗിച്ച് കറന്റ് ഡിറക്ഷൻ കാണാൻ ഫീൽഡിന്റെ ദിശ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഇത് വയ്ക്കുക, എന്നിട്ട് ഫീൽഡിന്റെ ദിശയിലേക്ക് ഞാനത് തിരിക്കുക എന്ന് വിചാരിക്കുക. ഫീൽഡ് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഞാനത് ചെയ്യുന്നു, ഈ സ്ക്രൂ തിരിക്കുക എന്ന് വിചാരിക്കുക. ഈ സ്ക്രൂ ഇങ്ങനെ തിരിച്ചാൽ സ്ക്രൂവിന്റെ ടിപ്പ് അങ്ങോട്ടാ നീങ്ങുക, അഴിഞ്ഞു പോരുകയല്ല ചെയ്യുക, എയുടെ അടുത്തേക്കാ നീങ്ങുക. അതായത് ചിത്രത്തിൽ തന്ന രീതിയിൽ ഒരു ഫീൽഡിന്റെ ദിശയിൽ ഒരു സ്ക്രൂ എടുത്ത്, റൈറ്റ് ഹാൻഡ് സ്ക്രൂ എടുത്ത് ഞാൻ ഇങ്ങനെ തിരിച്ചാൽ ഇതിന്റെ ടിപ്പ് ബിയിൽ നിന്ന് എയിലേക്കാണ് നീങ്ങുക. അപ്പോ മൂവ് ചെയ്യുന്നത് ടിപ്പ് ഓഫ് ദ സ്ക്രൂ അഡ്വാൻസസ് ഫ്രം ബി ടു എ അല്ലെങ്കിൽ എലോങ് എ ടുവേർഡ്സ് എ. ഹെൻസ് കറന്റ് ത്രൂ ദ കണ്ടക്ടർ വിൽ ബി ഫ്രം ബി ടു എ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് കൃത്യമായി ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നമ്മൾ യഥാർത്ഥത്തിൽ പഠിച്ചിട്ടുള്ളത് കറണ്ടിന്റെ ദിശയിൽ നിന്ന് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണാനാണ്. അതിന്റെ വിപരീത ചോദ്യം ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫീൽഡിന്റെ ദിശയിൽ നമ്മൾ സ്ക്രൂ കറക്കിയപ്പോൾ ടിപ്പ് അഡ്വാൻസ് ചെയ്യുന്നത് ബിയിൽ നിന്ന് എയിലേക്ക് ആയതുകൊണ്ട് ഈ കണ്ടക്ടറിൽ ഈ രീതിയിൽ ഒരു ഫീൽഡ് ഉണ്ടാകണമെങ്കിൽ കറണ്ട് വിൽ ബി ഫ്രം ബി ടു എ. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ഒരു നീളമുള്ള സോളിനോയിഡിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ സോളിനോയിഡിനകത്ത് ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ സവിശേഷതയാണ് തന്നിരിക്കുന്നത്. അതിൽ ശരിയായത് കണ്ടെത്തുക എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ചോദ്യത്തിന് കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഒരു സോളിനോയിഡിന് അകത്ത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അതിൻ്റെ ആക്സിസിന് പാരലലായി യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അതുകൊണ്ട് സെക്കൻഡ് ഓപ്ഷൻ മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. മറ്റേത് എല്ലാം തെറ്റാണ്. സോളിനോയിഡിന് അകത്ത് മാഗ്നറ്റിക് ഫീൽഡ് 0 എന്നുള്ളത് പരിപൂർണമായും തെറ്റാണ്. പിന്നെ അഗ്രങ്ങളിലേക്ക് എത്തും തോറും ക്രമമായി കുറയുന്നു, അഗ്രങ്ങളിലേക്ക് എത്തും തോറും ക്രമമായി കൂടുന്നു, ഇത് രണ്ടും തെറ്റാണ്.
അതുകൊണ്ട് ശരിയായ ഉത്തരം ബി മാത്രമാണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആറാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ചിത്രമാണ് ഈ പറഞ്ഞതുപോലെ. ഒരു ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നു, ഇലക്ട്രോൺ പ്രവഹിക്കുന്നു, അവിടെ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷനും തന്നിട്ടുണ്ട്, ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നു തന്നിട്ടുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഈ ദിശയിൽ ഇലക്ട്രോൺ ഫ്ലോ ചെയ്താൽ ഇലക്ട്രോണിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് വിൽ ബി ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. അതായത് പേപ്പറിന്റെ പ്ലെയിനിൽ നിന്ന് അകത്തേക്കായിരിക്കും ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റോ എന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇവിടെ ഇലക്ട്രോൺ ഫ്ലോ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നതിന് എതിർ ദിശയെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കറണ്ടിന്റെ ഡിറക്ഷനായി പരിഗണിച്ചുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് ഈ ഫോഴ്സിന് വേണമെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ചെയ്യേണ്ടത് ഇതാണ്, ഇലക്ട്രോൺ ഫ്ലോ താഴേക്കാണെങ്കിൽ നമുക്കതിനെ മുകളിലേക്ക് കറണ്ട് പോകുന്നതായി സങ്കല്പിക്കാം. അപ്പൊ നമുക്ക് എന്തൊക്കെ അറിയാം, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ അറിയാം, കറണ്ടിന്റെ ഡിറക്ഷൻ അറിയാം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് വിരലൊന്ന് പിടിച്ചു നോക്കിയാൽ തമ്പ് എങ്ങോട്ടാണോ ചൂണ്ടി നിൽക്കുക അങ്ങോട്ടായിരിക്കുമല്ലോ ഫോഴ്സ് കിട്ടുക. നമ്മൾ ഇതുവരെ ഇലക്ട്രോണിന്റെ ഫോഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടില്ല, കണ്ടക്ടറിലെ ഫോഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളൂ. അതൊക്കെ നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ പഠിക്കും. യഥാർത്ഥത്തിൽ കണ്ടക്ടറിൽ ഫോഴ്സ് കിട്ടുന്നത് അതിലൂടെ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിൽ ഫോഴ്സ് ലഭിക്കുന്നത് കൊണ്ടാണ്. അപ്പോ കണ്ടക്ടറിൽ ഫോഴ്സ് ലഭിക്കുന്ന ദിശയിൽ തന്നെയായിരിക്കും ഇലക്ട്രോണിനും ഫോഴ്സ് ലഭിക്കുക. അപ്പൊ നമുക്കിത് പരിശോധിക്കാം ഇവിടെ. അപ്പൊ നമ്മൾ പറഞ്ഞു കറണ്ടിനെ നമ്മൾ മുകളിലേക്കായിട്ട് പരിഗണിക്കുന്നു. അപ്പോ ഫീൽഡിന്റെ ദിശയിലേക്ക് ഞാൻ ഫോർ ഫിംഗർ പിടിച്ചു, ഇടതു കൈയുടെ. ഇലക്ട്രോൺ ഫ്ലോ ഇങ്ങോട്ട്, കറണ്ട് മുകളിലേക്ക്. അതിന്റെ രണ്ട് വിരലുകൾ നിങ്ങൾ നോക്കണം. ഫോർ ഫിംഗർ ഫീൽഡിന്റെ ദിശയിലാണ്, മിഡിൽ ഫിംഗർ ഇലക്ട്രോൺ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അതായത് കറണ്ടിന്റെ ദിശയിലാണ്. ഞാൻ ഇനി തമ്പ് നിവർത്തുകയാണ്. അപ്പോൾ തമ്പ് ഈ പേപ്പറിലേക്ക് ചൂണ്ടിയ നിൽക്കുക, ഇങ്ങനെയാണ് നിൽക്കുക. അപ്പോ അതിന്റെ അർത്ഥം എന്താ, ഇലക്ട്രോണിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് പേപ്പറിന്റെ പ്ലെയിനിലൂടെ അകത്തേക്കായിരിക്കും, ഉള്ളിലേക്കായിരിക്കും എന്നാണ് പറയുക. അതുകൊണ്ട് അവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യം നോക്കാം. ആ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഒരു ലൂപ്പിലൂടെ കറണ്ട് കടത്തിവിട്ട് മാഗ്നറ്റിക് ഫീൽഡ് പരിശോധിക്കുന്ന അവസരത്തിൽ ലൂപ്പ് വെക്കേണ്ടത് നോർത്ത് സൗത്ത് ഡിറക്ഷനിലായിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് നോർത്ത് സൗത്ത്, ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഇങ്ങനെയല്ല, ഈസ്റ്റ് വെസ്റ്റിലല്ല വെക്കേണ്ടത്, നോർത്ത് സൗത്ത് ഡിറക്ഷനിലാണ് വെക്കേണ്ടത്. ഇങ്ങനെ വെക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നാണ് ചോദിച്ചത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരു ലൂപ്പ് ഇങ്ങനെ വെച്ചു. ലൂപ്പ് വെച്ച് കഴിയുമ്പോൾ ഇവിടെ ഞാനൊരു മാഗ്നറ്റ് നീഡിൽ വെച്ചാൽ നമ്മൾ പറഞ്ഞു സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് എർത്ത് ഫീൽഡ് ഉള്ളത് കൊണ്ട് നീഡിൽ ഈ ദിശയിൽ നിൽക്കുന്നുണ്ടാകും. ഇങ്ങനെ നിൽക്കുമ്പോൾ ലൂപ്പ് ഇങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ ലൂപ്പിലെ മാഗ്നറ്റിക് ഫീൽഡ് ആക്സിസിലൂടെയാണ്. അപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ ഉണ്ടാകുന്ന പുതിയ ഫീൽഡ്, ഓൾറെഡി ഫീൽഡ് ഉള്ളത് കൊണ്ടാണ് നീഡിൽ സൗത്ത് നോർത്ത് ഡിറക്ഷൻ നിൽക്കുന്നത്. ഈ രീതിയിൽ ക്രമീകരിച്ചാൽ കറണ്ട് പാസ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ഫീൽഡ് നീഡിലിന് നോർമലായി വരികയും നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഫീൽഡിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് നീഡിലിന് നോർമലായി ലംബമായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ക്രമീകരിക്കുന്നത്. ഞാൻ പറഞ്ഞു തിരിച്ചിങ്ങനെ വെച്ചെന്ന് വിചാരിക്കുക. ഞാനിപ്പോ ഈസ്റ്റ് വെസ്റ്റിലാണ് പിടിച്ചിരിക്കുന്നത്. ഈസ്റ്റ് വെസ്റ്റ് പിടിച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഓൾറെഡി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഞാൻ ഇവിടെ നീഡിൽ വെച്ചാൽ അത് എങ്ങനെ ഇരിക്കും, അതിന്റെ നോർത്ത് ഇങ്ങോട്ട് ചൂണ്ടിയിരിക്കും. ഞാൻ കറണ്ട് കടത്തി വിട്ടു എന്ന് വിചാരിക്കുക. സപ്പോസ് ഞാൻ ഇതിലൊരു കറണ്ട് കടത്തി വിട്ടു, പോസിറ്റീവ് ഇവിടെ കൊടുത്തു, ഇങ്ങനെ വിചാരിക്കുക. അപ്പോ കറണ്ട് കടത്തി വിടുമ്പോൾ പുതുതായി ഒരു ഫീൽഡ് ഉണ്ടാകും. ആ ഫീൽഡ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നോക്കൂ, ഇതാ ഇങ്ങനെയാണല്ലോ പോവുക. അപ്പൊ നമുക്ക് വേണമെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിനെ ഉപയോഗിക്കാം. ഇതാ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇവിടെയെല്ലാം ഫീൽഡ് അകത്തേക്കായിരിക്കും. ഏത് ഫീൽഡ് കറണ്ട് കടന്നു പോകുമ്പോൾ ലൂപ്പ് ഉണ്ടാക്കുന്ന ഫീൽഡ് ആക്സിസിലൂടെ സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും. അപ്പൊ ഓൾറെഡി നീഡിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്, അത് എർത്ത് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഇരിക്കുക. പുതുതായി ഉണ്ടാകുന്ന ഫീൽഡും അതേ ദിശയിൽ തന്നെ ആയതുകൊണ്ട് പുതിയ ഫീൽഡിന്റെ സാന്നിധ്യം നമുക്ക് നീഡിലിന്റെ ഡിഫ്ലക്ഷനിലൂടെ തിരിച്ചറിയാൻ കഴിയില്ല, അഥവാ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യില്ല. അപ്പൊ പരീക്ഷണത്തിൽ കൃത്യമായ ഒബ്സർവേഷൻ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോയിലിനെ ഈ നോർത്ത് സൗത്ത് ഡിറക്ഷനിൽ അലൈൻ ചെയ്യുന്നത്. ഇനി എട്ടാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഒരു DC മോട്ടോറിൽ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിൽ അർദ്ധവലയങ്ങളാണ് സെമി
സർക്കുലർ റിങ്ങുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ആവശ്യകത എന്ത് എന്നതാണ് ചോദ്യം. ഇത് നാം 4ാമത്തെ ക്ലാസ്സിൽ വളരെ വിശദമായി പറഞ്ഞതാണ്. മോട്ടോറിൻ്റെ ആർമേച്ചർ ഹാഫ് റൊട്ടേഷൻ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ, അതായത് 180 ഡിഗ്രി തിരിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ വശങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ദിശ മാറുന്നതിനാൽ ആദ്യം കറങ്ങിയതിൻ്റെ വിപരീത ദിശയിൽ കറങ്ങാൻ തുടങ്ങും. അതായത് ഓരോ ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോഴും റൊട്ടേഷൻ്റെ ദിശ മാറും. അതുകൊണ്ട് തന്നെ അത് ഒരേ ദിശയിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ആർമേച്ചറിന് ഒരേ ദിശയിൽ തുടർച്ചയായി കറങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. എന്നാൽ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിലെ ഈ സെമി സർക്കുലർ റിങ്ങുകളും ബ്രഷുകളും ചേർന്ന സംവിധാനമാണ് കൃത്യമായ ഇടവേളകളിൽ, അതായത് ഓരോ ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോഴും ബ്രഷും റിങ്ങും തമ്മിലുള്ള സമ്പർക്കം പരസ്പരം മാറ്റി ആർമേച്ചറിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ ദിശ മാറ്റുകയും തൽഫലമായി അതിലനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ ദിശ അനുയോജ്യമായ രീതിയിൽ ആർമേച്ചറിനെ ഒരേ ദിശയിൽ കറങ്ങുന്ന തരത്തിൽ ആക്കിയെടുക്കുകയും ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആർമേച്ചറിനെ ഒരേ ദിശയിൽ തുടർച്ചയായി കറങ്ങാൻ പ്രാപ്തമാക്കുന്നത് ഈ സെമി സർക്കുലർ റിങ്ങുകളുടെയും ബ്രഷുകളുടെയും സഹായത്താലാണ്. നമുക്കിനി 9ാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം: ഒരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡിനെ വലിച്ചു നീട്ടി കോയിലുകൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിച്ചാൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ എന്ത് മാറ്റം ഉണ്ടാകുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ 2 ചിത്രങ്ങൾ കാണുന്നുണ്ട്. ആദ്യത്തേത് വലിച്ചു നീട്ടുന്നതിന് മുൻപും രണ്ടാമത്തേത് ഇത്തരത്തിൽ വലിച്ചു നീട്ടിയതിനു ശേഷവുമുള്ള ചിത്രങ്ങളാണ്. ഈ 2 സോളിനോയിഡുകളിലെയും ചുറ്റുകളുടെ എണ്ണം തുല്യമാണ്. അതായത് 10 ചുറ്റുകളാണുള്ളത്, 10 കോയിലുകളാണുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സോളിനോയിഡിനെ വലിച്ചു നീട്ടുമ്പോൾ യഥാർത്ഥത്തിൽ അതിലെ ചുറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നില്ല, അവ തമ്മിലുള്ള അകലം വർദ്ധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ 1ാമത്തെ ക്രമീകരണത്തിൽ, അതായത് വലിച്ചു നീട്ടുന്നതിന് മുൻപ് ഇതിൽ ഓരോ സെന്റിമീറ്ററിലും ഉൾക്കൊണ്ടിട്ടുള്ള ടേൺസിന്റെ എണ്ണം കണക്കാക്കിയിട്ടുണ്ട്. നീളം 5 സെന്റിമീറ്ററാണ് സോളിനോയിഡിന്റെ. സ്ട്രെച്ച് ചെയ്യുന്നതിന് മുൻപ് അതിനകത്ത് 10 വൈൻഡിങ്സും ഉണ്ട്. അപ്പോൾ 1 സെന്റിമീറ്ററിലെ, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ടേൺസ് പെർ സെന്റിമീറ്റർ എന്ന് പറയുന്നത് 2 ആണ്. അതായത് ഓരോ സെന്റിമീറ്ററിലും 2 വൈൻഡിങ് വീതമാണ് സ്ട്രെച്ച് ചെയ്ത് അത് വലിച്ചു നീട്ടുന്നതിന് മുൻപുള്ളത്. എന്നാൽ വലിച്ചു നീട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ നീളം കൂടുന്നുണ്ട്, സോളിനോയിഡിൻ്റെ നീളം കൂടുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് പെർ സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10/10 ടേണുകൾ ഉണ്ട്. പക്ഷെ നീളം ഇപ്പോൾ 10 സെന്റിമീറ്ററായി വർദ്ധിച്ചിട്ടുണ്ട്. 1 എന്നാണ് കിട്ടുക. അതായത് വലിച്ചു നീട്ടുന്നതിന് മുൻപ് നമ്പർ ഓഫ് ടേൺസ് പെർ സെന്റിമീറ്റർ 2 ആയിരുന്നെങ്കിൽ, അതായത് ഓരോ സെന്റിമീറ്ററിലും 2 വൈൻഡിങ് വീതം ഉണ്ടായിരുന്നെങ്കിൽ, വലിച്ചു നീട്ടിക്കഴിയുമ്പോൾ ഓരോ സെന്റിമീറ്ററിലും ഉള്ള വൈൻഡിങ്ങിന്റെ എണ്ണം 1 ആയി ചുരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ 2 കോയിലും ഇവിടെ ഉണ്ടാക്കുന്ന ടോട്ടൽ ഫീൽഡ് വേണമെങ്കിൽ ഒരുപോലെയാണെന്ന് പറയാം. കാരണം ഇതിനകത്തുള്ള ഓരോ ചുറ്റുകളും ഓരോ മൈക്രോ മാഗ്നറ്റുകളായി അല്ലെങ്കിൽ ചെറിയ മാഗ്നറ്റുകളായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ 1ാമത്തെ ചിത്രത്തിൽ, അതായത് വലിച്ചു നീട്ടുന്നതിന് മുൻപ് ഈ 10 ചെറു മാഗ്നറ്റുകളും വളരെ ചേർന്നാണ് ഇരുന്നത്. അതുമൂലമുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഒരു കുറഞ്ഞ പ്രദേശത്ത് മാത്രമാണ് സ്പ്രെഡ് ചെയ്യുന്നത്. എന്നാൽ വലിച്ചു നീട്ടി കഴിയുമ്പോഴും
ടോട്ടൽ ഫീൽഡ് ഓൾമോസ്റ്റ് അത് തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടി കൂടിയ സ്ഥലത്തായി ഇത്, കുറച്ചുകൂടി കൂടിയ സ്പേസിൽ ഇത് സ്പ്രെഡ് ചെയ്തു പോകുന്നതിനാൽ ഫീൽഡിന്റെ ഇന്റൻസിറ്റി കുറവായിരിക്കും, അഥവാ ആ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കുറവാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു സോളിനോയിഡിനെ വലിച്ചു നീട്ടുമ്പോൾ അതിലെ ചുറ്റുകളുടെ എണ്ണത്തിൽ മാറ്റം വരുന്നില്ലെങ്കിലും നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്തിലെ അളവ് വ്യത്യാസം വരികയും, അതായത് കുറയുകയും, തൽഫലമായി ഉണ്ടാകുന്ന ഫീൽഡിന്റെ ഇന്റൻസിറ്റി, തീവ്രത കുറയുകയും ചെയ്യും. ഇനി 10ാമത്തെ ചോദ്യമാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. ഇതിലാദ്യ ഭാഗം മോട്ടോർ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മോട്ടോർ റൂൾ പ്രസ്താവിക്കുക, സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ വിശദീകരണം ആവശ്യമില്ലാത്തത് കൊണ്ട് നമുക്ക് അവസാനം അത് എഴുതി കാണിക്കാം. 2ാമത്തെ ഭാഗമാണ് ചോദിച്ചിരിക്കുന്നത്, കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുന്ന ദിശയിൽ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശയുമെങ്കിൽ കണ്ടക്ടറിന്റെ ചലനം എപ്രകാരമായിരിക്കും എന്നാണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശയിൽ തന്നെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ, അതല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന അതേ ദിശയിൽ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡും എങ്കിൽ കണ്ടക്ടറിൽ യാതൊരു തരത്തിലുള്ള മാഗ്നറ്റിക് ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യുകയില്ല. അതിനാൽ തന്നെ അതിന് ചലനവും ഉണ്ടാകുകയില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നമ്മൾ മോട്ടോറിന്റെ ആർമേച്ചർ കറങ്ങുന്ന കാര്യം ചർച്ച ചെയ്തപ്പോൾ ആർമേച്ചർ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള കോയിലായിരുന്നു. അതിൻ്റെ ഇടത്തും വലത്തുമുള്ള ABCD എന്ന 2 വശങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന, അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ച് മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. അവിടെയുള്ള ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ BC AD എന്ന വശങ്ങൾ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നത്, അതിലൂടെ കറണ്ട് ഒഴുകുന്നുമുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഭാഗത്ത് അനുഭവപ്പെടുന്ന ഫോഴ്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നില്ല. അതിൻ്റെ കാരണം BCയിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ ദിശ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന് പാരലലാണ്. അതുപോലെ ADയിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ ദിശയും മാഗ്നറ്റിക് ഫീൽഡിന് പാരലലാണ്. അതായത് ആർമേച്ചറിൻ്റെ BC AD എന്ന വശങ്ങളിൽ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുകയില്ല. ഇപ്പോൾ നമ്മൾ ഈ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ആ പറഞ്ഞ സാഹചര്യം അവിടെ ഉള്ളതുകൊണ്ട് ആർമേച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഫീൽഡും കറണ്ടും നോർമലായി വരുന്ന 2 വശങ്ങളിൽ മാത്രമായിരിക്കും മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാകുക. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ആർമേച്ചറിനെ കുറിച്ചും അത് കറങ്ങുന്ന കാര്യത്തെക്കുറിച്ചും അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചും പറഞ്ഞപ്പോൾ BC AD എന്ന 2 വശങ്ങളെക്കുറിച്ച് പരാമർശിക്കാതിരുന്നത്. അപ്പോൾ ഉത്തരം ഇതാണ്, ചോദ്യത്തിന് ഉത്തരം ഇതാണ്. കറണ്ടിന്റെ ദിശയും മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശയും ഒരുപോലെയായാൽ മാഗ്നറ്റിക് ഫോഴ്സ് 0 ആയിരിക്കും. പിന്നെ ആദ്യ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു, നിർവചനമാണ്, അതിവിടെ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം.